വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 6-ാമത് വാക്യത്തിൽ ഇങ്ങനെ ഒരു ചിന്ത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു എന്നുള്ള വചനമാണ്. അവിടെ ഓർപ്പിച്ചുണർത്തുന്നത് വിവാഹിതരായിട്ടുള്ള ഭാര്യാഭർത്തൃബന്ധങ്ങളെ ദൈവമാണവരെ യോജിപ്പിക്കുന്നതെന്നും ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ടിട്ടുള്ളവരെ ആർക്കും അകറ്റുവാൻ വേർപിരിക്കുവാൻ പ്രമാണമില്ലെന്നുമുള്ള ഒരു ചിന്തയാണ് ഈ വാക്യത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അത്യുന്നതനായ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതോ അത്യുന്നതനായ ദൈവം ചെയ്തിട്ടുള്ളതോ ആയ ഒന്നിനെയും മനുഷ്യനെ മാറ്റിമറിക്കുവാൻ സാധ്യമല്ല, അത് ചെയ്തുകൂടാ, അതരുതാത്ത പ്രവൃത്തിയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നാം ഈ ലോകത്ത് ജീവിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലകളിൽ കോടതികളെക്കുറിച്ചും കോടതി വിധികളെക്കുറിച്ചുമൊക്കെ നമുക്ക് ബോധ്യതയുള്ളവരാണ്. ഒരു കോടതിയുടെ വിധി പുറപ്പെടുമ്പോൾ ആ വിധി പുറപ്പെടുവിച്ച ആ ജഡ്ജിയെ ചോദ്യം ചെയ്യുവാനോ ആ കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും മുൻപോട്ട് പോകുവാനോ സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം വളരെ കൃത്യമായി നമുക്ക് ബോധ്യതയുള്ളവരാണ്. ഈ ലോകത്തിലെ കേവലം ഒരു കോടതിയിൽ വിധി കൽപ്പിക്കുന്ന ജഡ്ജിയുടെ വാക്കുകളെ മാറ്റുവാനോ അതിനനുസൃതമല്ലാതെ മുൻപോട്ട് പോകുവാനോ സാധ്യമാകുന്നില്ല എങ്കിൽ ഈ ലോകത്തെയും ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവം പറയുകയാണ്, ഞാൻ ചെയ്തതും ഞാൻ ചെയ്യുന്നതും ഞാൻ പറഞ്ഞതും ഞാൻ ഏൽപ്പിച്ചതുമായ യാതൊന്നിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് പ്രവർത്തിപ്പാനായിട്ട് പാടുള്ളതല്ല എന്നോർമ്മപ്പെടുത്തുമ്പോൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാനും ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് ദൈവം ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് വ്യത്യസ്തരായി തീരുവാൻ ഉത്സാഹിക്കാതെ ദൈവത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ ഉത്സാഹിക്കുന്നവരുമായി തീരണം എന്നുള്ള വാക്കുകൾ തന്നെയാണ് ഈ വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവശക്തിയുള്ള ദൈവം ചെയ്തിട്ടുള്ള ഒന്നിനെയും സർവശക്തിയുള്ള ദൈവം യോജിപ്പിച്ചിട്ടുള്ള ഒന്നിനെയും അകറ്റുവാനോ പിരിക്കുവാനോ മാറ്റുവാനോ മറിക്കുവാനോ ഞാനും നിങ്ങളും ഉത്സാഹിക്കുന്നവരായിത്തീരുകയല്ല. അതിലുപരിയായിട്ട് ദൈവം യോജിപ്പിച്ചതിനെ, ദൈവം ചെയ്തതിനെ, ദൈവം പറഞ്ഞതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്ന ബോധ്യതയോടെ
ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ ഉത്സാഹിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, അങ്ങ് ചെയ്യുന്ന പ്രവൃത്തികളെ മാറ്റുന്നവരായിട്ടല്ല, അങ്ങ് പറഞ്ഞ വാക്കുകളോട് വിഘടിക്കുന്നവരായിട്ടല്ല, അങ്ങേ കീഴ്പ്പെട്ട് അങ്ങ് ചെയ്തതിനെ അംഗീകരിച്ചുകൊണ്ട് അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാനായിട്ട് ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.